വിഷ്ണു ശാലിനിയുടെ മഹാ എപ്പിസോഡിൽ വിഷ്ണു ചോദിക്കുകയാണ്, അമ്മയ്ക്കിപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, കാർത്തിക് എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളത് സ്പഷ്ടമായിട്ട് അമ്മയ്ക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ ഇപ്പോൾ ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ താലി ഞാൻ കെട്ടേണ്ടത് ശാലിനിയുടെ കഴുത്തിലാണ് താലി കെട്ടേണ്ടത്. ഇനിയെങ്കിലും ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാനായിട്ട് അനുവദിക്കുക. ഇനിയിപ്പോൾ അമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും കുറവ് അവൾക്കുണ്ടെങ്കിലും അത് ഞാനങ്ങ് സഹിച്ചു, നമ്മളെ ഒന്ന് വെറുതെ വിട് എന്നിങ്ങനെ വിഷ്ണു ആകെ ദേഷ്യത്തിലും കലിപ്പിലും ഒക്കെ പറയുകയാണ്. അന്നേരം ആ കൂടുന്ന സ്ത്രീകളിൽ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേണ്ട ചെക്കൻ്റെ ചൂട് പിടിച്ചു തുടങ്ങി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ദേഷ്യം വരികയാണ്. ഭാമ പറയുന്നുണ്ട്, എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൾക്ക് ഉത്തരമില്ലല്ലോ. അതിന് ഉത്തരം എന്ന് നൽകുന്നോ അന്ന് മാത്രമേ എനിക്ക് ശാലിനി അംഗീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, എടാ മോനെ വിഷ്ണു, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ അങ്ങോട്ട് ചെയ്യണം. നിൻ്റെ ജീവിതത്തിൽ മുഴുവൻ വിവാഹ മുഹൂർത്തവും കുറിച്ച് നടക്കാനായിട്ട് ഈ അച്ഛന് വയ്യ. ആ പൂജിച്ച് വെച്ച താലി ഉണ്ടല്ലോ, നീ അത് അവളുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് കെട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്, വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ്. രാഘവൻ നായർ ഇങ്ങനെ പറഞ്ഞത് വിഷ്ണു കേൾക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ തിരുമേനി ചോദിക്കുന്നുണ്ട്, സത്യമേ ഞാനിനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കൂലി വാങ്ങൂ എന്നൊന്നും ഇല്ലല്ലോ. എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോ. ഇനി ഇവിടെ ഒരു ചടങ്ങുമില്ല. ഈ കല്യാണം തീരുമാനിച്ചത് സത്യഭാമയാണ്. ഈ സത്യഭാമയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഇവിടെ ഒരു ചടങ്ങും ഇനിയില്ല. വന്നവർക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ തിരുമേനി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷേ എഴുന്നേൽക്കുന്നില്ല തിരുമേനി. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഭാമ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ നിൻ്റെ ജീവിതം അങ്ങോട്ട് തീരുമാനിക്കേ, ശാലിനിയെ പിടിച്ച് ഇങ്ങോട്ട് നിർത്തിക്കേ, എന്നിട്ട് ആ താലി എടുത്ത് അങ്ങോട്ട് അവളുടെ കഴുത്തിലേക്ക് കെട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. തുടർന്ന് ശാലിനിയെ വിഷ്ണു ആണെങ്കിൽ പിടിച്ച് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നിർത്തുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ തിരുമേനിയോട് പറയുകയാണ്, തിരുമേനി, നിങ്ങൾക്ക് ആര് തരുന്നതിനേക്കാളും ദക്ഷിണ കൂടുതൽ ഞാൻ തരും. ആ താലിയെടുത്ത് പൂജിച്ച് താലിയെടുത്ത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, എന്നിട്ട് ചടങ്ങുകൾ അതിൻ്റെ മുറ പോലെ അങ്ങോട്ട് നടക്കട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് ഓ എന്ന് പറഞ്ഞിട്ട് തിരുമേനി ആ തട്ടമെടുത്ത് വിഷ്ണുവിൻ്റെ നേരെ നീട്ടുകയാണ്. വിഷ്ണു ആ താലി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ശാലിനിക്ക് നേരെ ഇങ്ങനെ പിടിക്കുകയാണ്. അന്നേരം കെട്ടിടാ മോനെ താലി എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ വിഷ്ണു ആകെ സന്തോഷത്തോടു കൂടി പിന്നെ ശാലിനിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ താലി വെക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഭാമയാണെങ്കിൽ ശാലിനിയെ പിടിച്ചങ്ങോട്ട് മാറ്റുകയാണ്. വിഷ്ണു, നീ ഈ അമ്മയെ ധിക്കരിക്കാനായിട്ട് പോവുകയാണോ എന്നിങ്ങനെ സത്യഭാമ കഴിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വിഷ്ണു നിൽക്കുന്നത്. അന്നേരം ഞാൻ അമ്മയെ ധിക്കരിക്കുകയല്ല, ഞാൻ ശാലിനിക്ക് കൊടുത്ത വാക്കാണ്, അതെനിക്ക് പാലിച്ചേ മതിയാകൂ എന്ന് പറയുകയാണ്. അന്നേരം ഈ താലി കെട്ടുന്നതിലൂടെയുള്ള വരും വരായികളെ കുറിച്ചൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടോ? അതൊരിക്കലും നീ അനുഭവിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതുകൊണ്ട് തന്നെയാണ്, അതെനിക്ക് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ശാലിനിയെ കൂടെ കൂട്ടാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു എന്നിങ്ങനെ വീണ്ടും ഇങ്ങനെ ഭാമ ദേഷ്യത്തിൽ വിളിക്കുക. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ഒട്ടും കൂസലാകുന്നില്ല. വിഷ്ണു ഇങ്ങനെ താലി കെട്ടും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം ഒറ്റ രാത്രി കൊണ്ട് നേരെ ഇരുട്ടി വെളുക്കി തീരത്തൊന്നുമില്ല, ഇനിയുണ്ട് ദിവസങ്ങൾ എന്ന് പറയുകയാണ്. അന്നേരം മുന്നോട്ടുള്ള ജീവിതത്തിൽ വീഴുമ്പോൾ ഈ പിടിച്ച് നടക്കാനായിട്ട് ഈ അമ്മയെ നീ വിളിക്കരുത് എന്ന് പറയുകയാണ്. അന്നേരം അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല, അമ്മയുടെ കൺവെട്ടത്ത് പോലും ഞങ്ങൾ വരില്ല, ഞങ്ങളെ ഒന്ന് ജീവിക്കാനായിട്ട് അനുവദിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, എന്താ മുഹൂർത്തം കഴിയാറായി, നീ അങ്ങോട്ട് കെട്ടുന്നെങ്കിൽ കെട്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ഭാമ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഒരമ്മ പ്രസവിച്ച ഒരമ്മ മനസ്സ് നൊന്ത് പ്രാഗിയാൽ എന്താണ് സംഭവിക്കുകയെന്ന് നിനക്കറിയാമോ? 7 വെള്ളത്തിൽ പോയി കുളിച്ചാലും ആ പാപം, ആ പ്രാക്ക് നിന്നെ വിട്ട് മാറില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നടുവിന് കൈ കൊടുത്ത് ആ ഒരു കയ്യിൽ താലിയും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, നീ ഇപ്പം അങ്ങോട്ട് താലി കെട്ട്, ബാക്കി കഥാപ്രസംഗമൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആലോചിക്കാം. പ്രാഗി കൊല്ലാനായിട്ട് അവൾ ദുർവാസാവിൻ്റെ കൊച്ചുമോളൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് രാഘവൻ നായരും കട്ടയ്ക്ക് നിൽക്കുകയാണ്. ആക്ഷേപസ്വരത്തിൽ തന്നെ സംസാരിച്ച് ശ്യാമയും രോഹിത്തും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മധുശ്രീ ഉണ്ട് അവിടെ. അന്നേരം തിരുമേനി ചടങ്ങുകൾ അങ്ങോട്ട് തുടങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ തിരുമേനി പൂജയൊക്കെ അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. അന്നേരം വാ ശാലിനി എന്ന് വിളിക്കുന്നുണ്ട്. വീണ്ടും വിഷ്ണു എന്നൊക്കെ ഭാമ കഴിച്ചുകൊണ്ടിയും തടുത്തുമൊക്കെ നോക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ തന്നെ നിൽക്കുകയാണ്. അമ്മ ധിക്കരിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യാനെന്നുള്ള രീതിയിൽ വീണ്ടും ശാലിനിയുടെ കൈ ഇങ്ങോട്ട് പിടിച്ച് ഫ്രണ്ടിലേക്ക് നിർത്തുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ദയനീയ ഭാവത്തിൽ വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്. ഭാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. വിഷ്ണുവും ശാലിനിയും തങ്ങി ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കണ്ണിൽ നോക്കി കുറേ നേരം നിൽക്കുന്നുണ്ട്.
ഇപ്പോൾ നീ താലി കെട്ടിയേക്കാം, പക്ഷേ ഇതിന് ശേഷം ഒരു നിമിഷം പോലും നീ ഇവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കില്ല. ഞാൻ മനസ്സറിഞ്ഞ് ശപിച്ചാൽ അത് ഫലിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഭാമയെ തന്നെ അടിമുടി വീക്ഷിച്ച് ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ കലിപ്പിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ താലി കെട്ടാനായിട്ട് ഇങ്ങനെ താലി എടുക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്താണ് അമ്പലത്തിൻ്റെ താഴെ ചന്ദ്രബോസും കുറേ പോലീസുകാരും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ താലി ഇങ്ങനെ ശാലിനിയുടെ കഴുത്തിലേക്ക് വയ്ക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പക്ഷേ ആ സമയത്ത് ചന്ദ്രബോസ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ചന്ദ്രബോസും കുറച്ച് പോലീസുകാരും കൂടി അങ്ങോട്ടത്തേക്ക് വരികയാണ്. തുടർന്ന് ACP ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഒരു കൊലപാതക കുറ്റത്തിന് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. കൊലപാതകമോ എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു നോക്കുന്നുണ്ട്. അന്നേരം അതെ, വാറണ്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് താലി കെട്ടാൻ വരട്ടെ, അറസ്റ്റ് ചെയ്യ് എന്നിങ്ങനെ പറയുമ്പോൾ ആരെ കൊന്നു എന്നിങ്ങനെയാണ് പറയുന്നത് എന്നിങ്ങനെ ആരെ കൊന്നു എന്നിങ്ങനെ വിഷ്ണു വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ആരെ കൊന്നു എന്നറിഞ്ഞാൽ മാത്രമേ നീ ഇവിടെ നിന്ന് അനങ്ങത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ചന്ദ്രബോസ് കത്താട്ട പോലീസുകാരനായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അന്നേരം പിന്നെ ശാലിനി മിസ്റ്റർ ACP എന്ന് വിളിക്കുകയാണ്. അന്നേരം എസ് മേഡം എന്ന് പറയുമ്പോൾ പ്രതിയാക്കപ്പെട്ട ഒരാളിന് താൻ കൊലപാതക കുറ്റത്തിൽ പ്രതിയാക്കപ്പെട്ട ആളിന് താൻ ആരെ കൊന്നു അല്ലെങ്കിൽ എന്ത് കുറ്റമാണ് ചെയ്തത് എന്നറിയാനുള്ള നിയമമുണ്ട്, എന്താ അതും ഇയാളുടെ രഹസ്യ നിയമാവലിയിൽ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കൊല്ലപ്പെട്ടത് കാർത്തിക എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം എല്ലാവരും അന്തപ്പെടുന്നുണ്ട്. അയ്യോ എൻ്റെ മകള്, നമ്മുടെ മകള് എന്നും പറഞ്ഞ് ശൈലജ ഇങ്ങനെ നെഞ്ചത്ത് കൈവയ്ക്കുകയാണ്. അന്നേരം രാജേന്ദ്രനും ശൈലജയെ പിടിക്കുന്നുണ്ട്. നമ്മുടെ മകളെ കുറച്ച് മുന്നേ കണ്ടതാണല്ലോ എന്നും പറഞ്ഞ് അവർ ഡ്രസ്സിങ് റൂമിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. പിന്നാലെ ഹർഷനും പോവുകയാണ്. അന്നേരം കാർത്തികയോ എന്നും പറഞ്ഞിട്ട് ഇവർ നിൽക്കുന്നുണ്ട്. നെട്ടൂർ പാലത്തിന് താഴെ കാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ബോഡി കിട്ടിയിട്ടുണ്ട്. അത് കാർത്തികയുടേതാണോ എന്ന് പരിശോധിച്ച് വരികയാണ്. പക്ഷേ കൊല ചെയ്യാൻ ഏൽപ്പിച്ചവർ അത് വിഷ്ണുവാണ് ചെയ്തത് എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഇതാരോ പ്ലാൻ ചെയ്തതാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസ് ആണെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. തുടർന്ന് അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ അറസ്റ്റ് വാറണ്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം പിന്നെ ശാലിനി ചോദിക്കുകയാണ്, പല വൈരാഗ്യങ്ങളും ഉണ്ട്, പക്ഷെ അത് ഇത്രത്തോളം രൂക്ഷമാകാനായിട്ട് പാടില്ല. ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാർത്തികയെ കുറച്ച് മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്നുണ്ട്, അവളുടെ അച്ഛനും അമ്മയും വരെ കണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് കാറിനുള്ളിൽ നിങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ വിളിച്ചുകൊണ്ട് വരണം മാഡം, കാണിച്ചു തരണം, ഞങ്ങൾ ഈ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കാർത്തികയെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് കാട്ടിത്തരണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ ശാലിനി ഇത് പറയുമ്പോൾ മധുശ്രീ അതുവരെ ചന്ദ്രബോസ് വരുന്നത് വരെ മധുശ്രീയുടെ ഭാവം അങ്ങ് ആകെ വിഷമത്തിലായിരുന്നു. ശാലിനിയെ വിഷ്ണു താലി കെട്ടുമെന്ന് നിൽക്കുമ്പോൾ. പക്ഷേ ചന്ദ്രബോസ് വന്ന് ഈ കൊലപാതക കുറ്റം ആരോപിച്ചത് മുതൽ മധുശ്രീയുടെ ഭാവം അങ്ങോട്ട് മാറുന്നുണ്ട്, വിജയിച്ച ഭാവത്തിൽ നിൽക്കുകയാണ്. പക്ഷേ മധുശ്രീ അവിടെ ഒരു ചെറിയൊരു ഇത് പ്രയോഗിക്കുന്നുണ്ട്, അത് ന്യായമാണ് സാറേ, ഈ പറഞ്ഞത് നമുക്കൊന്ന് ബോധ്യപ്പെടണമല്ലോ, കാർത്തി ഇവിടെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ മധുശ്രീ പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ മധുശ്രീയെ നോക്കുകയാണ്. അന്നേരം മധുശ്രീ ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുന്നുണ്ട്. തുടർന്ന് കൊണ്ടുവരണം, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആളിനെ കൊണ്ടുവന്ന് കാണിച്ചു തരണം എന്നിങ്ങനെ വീണ്ടും ചന്ദ്രബോസ് പറയുമ്പോൾ ശ്യാമയെ പോയി കാർത്തികയെ വിളിച്ചുകൊണ്ട് വന്ന് ശാലിനി പറയുകയാണ്. എന്നിട്ട് ശരി കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് കാർത്തികയെ അന്വേഷിക്കാനായിട്ട് ശ്യാമ പോകുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ആകെ അങ്ങ് ടെൻഷനിലാണ്. സത്യഭാമയും രാഘവൻ നായരും രോഹിത്തും ഈ കുഞ്ഞുങ്ങൾ വരെ പൊന്നി എല്ലാവരും ഇങ്ങനെ അങ്ങ് ടെൻഷൻ നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ എല്ലാവരും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വിഷ്ണുവിനെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. തുടർന്ന് ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ തലയിട്ട് ആട്ടുന്നുണ്ട്. ഇതേസമയം ശ്യാമയാണെങ്കിൽ അവിടെയൊക്കെ പോയി അന്വേഷിക്കുമ്പോൾ കാർത്തികയെ കാണുന്നില്ല. അന്നേരം ശ്യാമ എന്താ വരാൻ താമസിക്കുന്നത് എങ്ങനെ ശാലിനി ടെൻഷനാകുമ്പോൾ എന്താ മാഡം അന്വേഷിച്ചു പോയ അനിയത്തെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അന്നേരം കാർത്തിക എവിടെയും ചോദിക്കുമ്പോൾ കാർത്തിക എവിടെയും കാണുന്നില്ല കുഞ്ഞേച്ചി എന്നിങ്ങനെ സങ്കടത്തോടെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ഭാമ ചോദിക്കുകയാണ്, ഇല്ലെന്നോ എന്ന് പറഞ്ഞിട്ട് ഭാമയും ആകെ സങ്കടപ്പെടുകയാണ്. അന്നേരം എങ്ങനെ കാണും, പിന്നെ ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞ് കടലിൽ താഴ്ത്താനായിട്ട് ഗുണ്ടകളുടെ കയ്യിൽ കൊടുത്തു വെച്ചതല്ലേ, പക്ഷേ എളുപ്പ പരിപാടി എന്ന നിലയിൽ പാലത്തിനടിയിലിട്ട് കത്തിക്കാൻ നോക്കിയതാണ്, അതാണ് നിനക്ക് പറ്റിയൊരു കൈപ്പിഴ, നീ ഏൽപ്പിച്ച ഗുണ്ടകൾക്ക് പറ്റിയൊരു കൈപ്പിഴ എന്നൊക്കെ പറയുമ്പോൾ താൻ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ കാർത്തികയെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തെന്നോ, എന്തിന് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം കാര്യം സിമ്പിളല്ലേ, ഈ വിവാഹം മുടക്കാനായിട്ട് കാർത്തികയെ ഒഴിവാക്കാനായിട്ട് ശാലിനി മേഡമായിട്ട് ഒന്നിക്കാനായിട്ട് അതിനുവേണ്ടി അവളെ പിന്തിരിപ്പിക്കാനൊക്കെ നീ പല വഴികളും ഇതൊക്കെ ചെയ്തു നോക്കി, പക്ഷേ ഒന്നും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാന അറ്റ കൈ പ്രയോഗം എന്ന രീതിക്ക് അങ്ങ് കൊന്നു തള്ളി, അതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരവും വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്, സാറ് കുറേ നേരമായിട്ട് അല്ല അതിനു മുന്നേ പറയുന്നുണ്ട്, അല്ല നീ ഒറ്റയ്ക്കാണോ ചെയ്തത്, ഇനി വല്ല കൂട്ടുപ്രതികളും ഉണ്ടോ എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം
ഇവനെ എൻ്റെ കയ്യിൽ അങ്ങോട്ട് കിട്ടിക്കൊള്ളട്ടെ, അതിനുശേഷം കൂട്ടുപ്രതികളെയൊക്കെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ആരൊക്കെ കാർത്തികയെ ഒഴിവാക്കാനായിട്ട് നടന്നോ അവരെല്ലാവരും കുടുങ്ങും എന്നിങ്ങനെ ശാലിനിയെ നോക്കി അർത്ഥം വെച്ചാണ് ചന്ദ്രബോസ് പറയുന്നത്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്, അല്ല ചന്ദ്രബോസ് സാറ് കുറേ നേരമായിട്ട് ഈ കൊന്നു കൊന്നു എന്ന് പറയുന്നല്ലോ, ഏതെങ്കിലും കവലച്ചട്ടമ്പി പറഞ്ഞുള്ള അറിവല്ലാതെ എന്തെങ്കിലും വ്യക്തമായ തെളിവുണ്ടോ സാറിൻ്റെ കയ്യിലെന്ന് ചോദിക്കുകയാണ്. അന്നേരവും ചന്ദ്രബോസ് ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. പിന്നെ മകൻ്റെ കല്യാണമോ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഈ അച്ഛന് സാധിച്ചില്ല. അപ്പോൾ ഒരു പെണ്ണിനോടുള്ള മകൻ്റെ സ്വഭാവ രീതി എങ്ങനെയാണ് എന്നുള്ളതെങ്കിലും അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ആ ഫോൺ ഇങ്ങോട്ട് എടുക്കടേ എന്ന് പറയുകയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ട് ബാക്കി എല്ലാവരെയും അങ്ങോട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് ഇങ്ങനെ ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്, വീഡിയോ ഓണാക്കി. അന്നേരം അതിൽ കാണിക്കുകയാണ് വിഷ്ണു കാർത്തികയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നതും ആ കസേര എടുത്ത് എറിയുന്നതും ഒക്കെ. അന്നേരം ഇത് കണ്ട് ശാലിനിയും എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ട്. രാഘവൻ നായരും പിന്നെ വിഷ്ണുവും ഭാമയും പിന്നെ ശ്യാമയും ഒക്കെ അന്തം വിട്ട് നോക്കുകയാണ്. അന്നേരം എന്താ വിഷ്ണുവേട്ടാ ഇത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അത് ഞാൻ അവളെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇതൊക്കെ തന്നെയാണ് തെളിവ്. പിന്നെ വേറൊരു വ്യക്തമായ തെളിവ് കൂടെയുണ്ട്. വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന കത്തി അതും കൂടെ ഇങ്ങോട്ട് എടുക്കണോ എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ നിന്ന് കവറിലാക്കിയ ഒരു കത്തി, അതിൽ രക്തക്കറയൊക്കെ പുരണ്ടിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതിൽ ഈ കത്തിയിൽ വിഷ്ണുവിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. പിന്നെ അതിൽ പറ്റിയിരിക്കുന്ന രക്തം കാർത്തികയുടേതാണ് എന്ന് കൂടി തെളിഞ്ഞാൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ മേഡത്തിന് പിന്നെ എന്താണ് ശിക്ഷ എന്താണ് എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് സഹകരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയുടെ തല താഴ്ന്നു നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരോ കരുതി കൂട്ടി വിഷ്ണുവിനെ അവിടെ ട്രാപ്പിലാക്കുകയാണ് എന്നുള്ളത് അവിടെ ശാലിനിക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ കോൺസ്റ്റബിൾമാരോട് ചന്ദ്രബോസ് പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമ പറയുകയാണ്, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊക്കെ കള്ളക്കഥയാണ്, ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ തെളിവുകളാണ്, അവന് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നിങ്ങനെ ഭാമ ചന്ദ്രബോസിന് പറയുകയാണ്. ചന്ദ്രബോസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിലും തല കുനിച്ച് സങ്കടത്തോടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് മോനെ എന്ന് പറഞ്ഞിട്ട് കയ്യിലിങ്ങനെ ഭാമ പിടിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അമ്മയുടെ പ്രാക്കിന് ഇത്രത്തോളം ശക്തി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഞാൻ ജയിലിലായെങ്കിൽ എന്ത്, എൻ്റെ കയ്യിൽ വിലങ്ങ് വീണെങ്കിൽ എന്ത്, അമ്മയുടെ ആഗ്രഹം പോലെ നടന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം മോനെ വിഷ്ണു എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്, എന്നെ ഇങ്ങനെ ആക്കിയത് അമ്മയാണ്, അമ്മ ഒറ്റ ഒരാൾ മാത്രമാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിഷ്ണു വായിൽ തോന്നിയതൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, മകനെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, ആർക്കൊക്കെയോ ആരുടെയൊക്കെയോ മുന്നിൽ ആളാവാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി എന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് ചെയ്തത്, അമ്മയുടെ കാര്യലാഭ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ മോനെ എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ വിളിക്കുന്നു. സത്യഭാമൻ കരയുകയാണ്. അന്നേരം ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഈ അമ്മയുടെ മുഖം എനിക്ക് കാണണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ അമ്മയാണ്, നിങ്ങളാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുമ്പോൾ ചന്ദ്രബോസ് ഇതൊക്കെ കേട്ടങ്ങ് സന്തോഷിച്ച് നിൽക്കുകയാണ്. പക്ഷെ ബാക്കി എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. ഭാമ നിന്നങ്ങ് കരയുകയാണ്. അമ്മ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, ആ കാർത്തികയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാനായിട്ട് നോക്കി, അതിന് ഞാൻ എത്ര തവണ പറഞ്ഞതാണ്, അതിന് പ്രതിഫലമായിട്ട് വീണതാണ് എൻ്റെ കയ്യിലേക്ക് വിലങ്ങ് എന്നുള്ളത്, ഇനി രക്ഷിക്കാനായിട്ട് എൻ്റെ പിന്നാലെ എങ്ങും വന്നു പോകരുത്, എനിക്കൊരിക്കലും ഈ മുഖം കാണണ്ട, അമ്മയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത് എന്നിങ്ങനെ ഒരുപാട് തവണ വിഷ്ണു എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയ്ക്ക് ഇങ്ങനെ ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. ഇനി ഈ കൊലപാതക കുറ്റം കൂടി എൻ്റെ തലയിലേക്ക് ഇട്ട് തന്നതും അമ്മ തന്നെയാണ്. ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് തൂക്ക് കയറാണ് കിട്ടുന്നതെങ്കിൽ സന്തോഷത്തോടു കൂടി അമ്മ തന്ന സമ്മാനമായിട്ടോ ശിക്ഷയായിട്ടോ ഒക്കെ ഞാനതങ്ങ് ഏറ്റുവാങ്ങിക്കോളാം. ഇനി എൻ്റെ മുന്നിലേക്ക് വരരുത്, മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളൊരു അമ്മായിയമ്മയുടെ നിലയിലേക്ക് തരം താണുപോയി എൻ്റെ അമ്മ, കഷ്ടം തന്നെ എന്നൊക്കെ അങ്ങ് പറഞ്ഞ് വിഷ്ണു പരിഹസിച്ചും ആക്ഷേപിച്ചും പുച്ഛിച്ചും ദേഷ്യത്തോടെ ഒക്കെ അങ്ങ് സംസാരിക്കുമ്പോൾ സത്യഭാമ ഇങ്ങനെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കാനല്ലാതെ ഭാമയ്ക്ക് വേറൊന്നും പറയാനായിട്ടും കഴിയുന്നില്ല. തുടർന്ന് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് നിന്നിട്ട് ശാലിനി മാപ്പ് എന്ന് പറയുകയാണ്. സ്വപ്നങ്ങൾ തന്നതിനും മോഹങ്ങൾ തന്നതിനും ഒന്നിച്ചൊരു ജീവിതം കൈത്തുമ്പ് വരെ എത്തിയിട്ടും അത് സാധിക്കാത്തതിനും ക്ഷമിക്കടോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഈ ഒരു ജന്മത്തിൽ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ട്. സങ്കടപ്പെട്ടാണ് പോകുന്നത്, യാത്ര പറച്ചിലൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായരൊക്കെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ശാലിനി
എന്നിങ്ങനെ പറയുകയാണ്, വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിട്ട്. വിഷ്ണു ഏട്ടാ, ഒരു അറസ്റ്റ് ഉണ്ട്, ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇവിടെ നമ്മൾ തളരാനായിട്ട് പാടില്ല. ഇതാരൊക്കെ കരുതി കൂട്ടി പ്ലാൻ ചെയ്തതാണ്. ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട്. പക്ഷെ അവരുടെ പിന്നാലെ ഞാനുമുണ്ട്. ഇതിൻ്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ വിഷ്ണുവിന് ധൈര്യം കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ശാലിനി സംസാരിക്കുമ്പോൾ വിഷ്ണുവിന് കുറേശ്ശെ ധൈര്യമൊക്കെ വരികയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ട്. അതിനുശേഷം അച്ഛ എന്നിങ്ങനെ രാഘവൻ നായർ നോക്കി വിളിക്കുകയാണ്. അന്നേരം അങ്ങോട്ട് പോകാം, ഇതിപ്പോൾ ടൂർ പോകുകയൊന്നും അല്ലല്ലോ, എല്ലാവരോടും യാത്ര പറയാനായിട്ട്, പിടിച്ചു കയറ്റിടുവാനെ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ ഒരു കോൺസ്റ്റബിൾ പോലീസ് SI ചെന്നിട്ട് പിന്നെ വിഷ്ണുവിനെ പിടിക്കുന്നുണ്ട്. അന്നേരം ബലപ്രയോഗമൊന്നും വേണ്ട, വരും എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ചന്ദ്രബോസിന് ആകെ ഇങ്ങോട്ട് ദേഷ്യം വരികയാണ്. പോലീസുകാരനെ അങ്ങോട്ട് മാറി നിൽക്കട്ടെ, അങ്ങോട്ട് മാറടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങോട്ട് പിടിക്കുമ്പോൾ വിഷ്ണു ചന്ദ്രബോസിനെ കൈ അങ്ങോട്ട് തട്ടി കളയുകയാണ്. എന്നിട്ട് എന്നും പറഞ്ഞിട്ട് ചന്ദ്രബോസിനെ ഇങ്ങനെ ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. ചന്ദ്രബോസ് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അങ്ങോട്ട് മുന്നാലെ നടക്കുകയാണ്. അതിന് പുറകെ കോൺസ്റ്റബിൾമാർ പോകുന്നുണ്ട്. തുടർന്ന് ചന്ദ്രബോസും പോവുകയാണ്. തുടർന്ന് ശാലിനി ഇത് സങ്കടത്തോടു കൂടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് ഇങ്ങനെ പോവുകയാണ്. വിഷ്ണുവിൻ്റെ കയ്യിൽ ആ താലി, ചരടും താലി വിഷ്ണുവിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനിയും അതിന് പിന്നാലെ പോകുന്നുണ്ട്. അന്നേരം പിന്നെ സത്യഭാമയാണെങ്കിൽ രാഘവേട്ട നമ്മുടെ മോൻ എന്നും പറഞ്ഞ് രാഘവൻ നായരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രാഘവൻ നായർ അങ്ങോട്ട് ദേഷ്യത്തോടെ മുഖം തിരിക്കുകയാണ്. തുടർന്നാണ് മധുശ്രീയുടെ മുഖം അങ്ങോട്ട് മാറുന്നത്. അതിനുശേഷമാണ് മധുശ്രീ ഫ്ലാഷ് ബാക്കൊക്കെ ആലോചിക്കുന്നത്. തുടർന്ന് ആ ഒരു ഫ്ലാഷ് ബാക്ക് മധുശ്രീ ആണെങ്കിലും മനസ്സിലൂടെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വിഷ്ണു മധുശ്രീയെ കാർത്തികയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് മധുശ്രീ ആണെങ്കിൽ മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഹർഷൻ ഫോൺ വിളിച്ച ശേഷം കാർത്തികയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഹർഷൻ്റെ കൂടെയാണ് ഞാൻ പോകേണ്ടത്, ഇപ്പോൾ തന്നെ സത്യാമ്മയുടെ എല്ലാം തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ മധുശ്രീ ആണെങ്കിൽ ആ റൂമിനകത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം മധുശ്രീയെ കാണുമ്പോൾ കാർത്തികയ്ക്ക് ആകെ അങ്ങോട്ട് ദേഷ്യമാവുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്താനാണ് ഞാൻ പരിശ്രമിച്ചത്. അടി മൊത്തം ചെണ്ടയ്ക്കും പണം വാങ്ങാൻ മാരാരും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നിൻ്റെ അവസ്ഥ. സത്യാമ്മയുടെ സൈന്യത്തെ, രാജ്യത്തെയാണ് ഞാൻ നിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിന് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി തന്ന നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം തരണ്ടേ എന്നിങ്ങനെ കാർത്തിക ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രതിഫലം മോഹിച്ചൊന്നും അല്ല ഞാനൊന്നും ചെയ്തത്, എനിക്കതൊന്നും വേണ്ടാന്നിങ്ങനെ മധുശ്രീക്ക് കാര്യം മനസ്സിലാവുന്നില്ല, ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അന്നേരം എന്നാലും ഈ കൈ കൊണ്ട് ഞാൻ എന്തെങ്കിലും തരണ്ടേ എന്ന് പറഞ്ഞിട്ട് കാർത്തികയാണെങ്കിൽ ആകെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ മധുശ്രീ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. പക്ഷെ മധുശ്രീ അത് പെട്ടെന്ന് തടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ ശബ്ദത്തിൻ്റെ സ്വരം മാറിയപ്പോഴേ എനിക്ക് തോന്നിയാണ് നിനക്ക് എന്താ സംഭവിച്ചത്, എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം മറ്റവൻ നിന്നെ ഇട്ടേച്ച് പോയപ്പോൾ നിനക്ക് പിടിക്കാനായിട്ട് പുളിങ്കൊമ്പ് തേടി കണ്ടുപിടിച്ച് തന്നതും പുല്ലും വൈക്കോലും ഒക്കെ തന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നിങ്ങനെ മധുശ്രീ കാർത്തികയോട് ചോദിക്കുകയാണ്. അന്നേരം കാർത്തിക ആകെ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. മറ്റവൻ ഇട്ടേച്ച് പോയതല്ലല്ലോ, നീ അങ്ങനെ ഉണ്ടാക്കിച്ചതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇവള് എന്തൊക്കെയായി പറയുന്നത്, കാര്യങ്ങൾ പിടിവിട്ട് പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഹർഷൻ എന്നെ വിളിച്ചിരുന്നു, എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു, നീയാണ് ചതിച്ചത് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം അവൻ ഇവിടെ എപ്പോഴാണ് വന്നത്, ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്നിങ്ങനെ മധുശ്രീ മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്നും കാർത്തിക അങ്ങ് ആകെ ദേഷ്യത്തിലാണ്. ഞാൻ എല്ലാം സത്യാമ്മയോട് തുറന്നു പറയാൻ പോവുകയാണ്, നീയാണ് ചതിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന മഹാലക്ഷ്മിയെ നീ കോക്കറി കാണിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടാൻ പോവുകയാണോ? ഹർഷൻ കൊണ്ടുവരുന്ന മുക്കാചക്രം കൊണ്ട് നിനക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ? അവൻ പൈസയൊക്കെ സമ്പാദിക്കാം, പക്ഷെ അതിൻ്റെ ഇരട്ടി സത്യാമ്മയുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഒരു തണലിൽ നിനക്ക് ഇഷ്ടം പോലെ സുഖ സൗകര്യമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ നീ ആലോചിച്ച് തീരുമാനിക്കുക എന്നൊക്കെ പറയുകയാണ്. അന്നേരം കാർത്തിക ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഹർഷനെ സ്നേഹിച്ചതോ ഹർഷനോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതോ ഞങ്ങളുടെ സ്നേഹമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നൊക്കെ മണ്ണാങ്കട്ട, നിൻ്റെ ഈ ഹർഷനോടുള്ള സ്നേഹം എന്ന് പറയും ഞാൻ അയച്ച ഒരൊറ്റ ഫോട്ടോയിൽ തീർന്നതല്ലേ, പിന്നെ വിഷ്ണുവിൻ്റെ ഫോട്ടോ അവിടെ മോർഫ് ചെയ്തങ്ങോട്ട് വെച്ചാൽ മതി, അതങ്ങ് ശരിയായിക്കോളും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും കാർത്തിക അടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നവിടെ മധുശ്രീക്ക് മനസ്സിലാവുകയാണ്. സത്യഭാമയോട് പറയും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെ കാർത്തിക നിൽക്കുമ്പോൾ ഇനി ട്രാക്ക് മാറ്റി നോക്കാമെന്നിങ്ങനെ മധുശ്രീ മനസ്സിൽ കരുതുകയാണ്. തുടർന്നും കാർത്തിക 2-3 വട്ടം പോകാനായിട്ട് പോകുമ്പോൾ മധുശ്രീ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്.
പറഞ്ഞിട്ട് അവസാനത്തെ അടവെന്നോണം മധുശ്രീ പറയുന്നുണ്ട്, എന്തായാലും ഈ കല്യാണം നടക്കട്ടെ, കല്യാണം നടന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറയുകയാണ്. അന്നേരം നീ എന്താണ് ഈ പറയുന്നതെന്ന് വീണ്ടും കാർത്തിക ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, കല്യാണം കഴിച്ചാലും വിഷ്ണു ആണെങ്കിൽ ശാലിനിയോടുള്ള സ്നേഹം കാരണം നിത്യ ബ്രഹ്മചാരിയായിട്ട് അങ്ങോട്ട് ഇരിക്കത്തേ ഉള്ളൂ. നിനക്ക് ഹർഷൻ്റെ കൂടെ ഹർഷനെ സ്നേഹിക്കാനും ഹർഷനോടൊപ്പം പോകാനും ഒക്കെയുള്ള അവസരം ഈ മധുശ്രീ ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ്. അന്നേരം നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ കാർത്തിക ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, സത്യഭാമയും അമ്മ പറയുന്നത് പോലെ മകൻ അങ്ങ് നിന്നോളും, നിന്നെ അവ സ്നേഹിക്കത്തോ മൈൻഡ് ചെയ്യത്തോ ഒന്നുമില്ല, നിനക്ക് ഹർഷനോടൊപ്പം പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുമ്പോൾ നീ ഇത്ര ചീപ്പായിട്ട് തരം താണുകയാണല്ലോ, എല്ലാത്തിനും നീ എത്ര വേഗമാണ് പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നത്, നീ ഇവിടെയൊന്നും ജനിക്കേണ്ട ആളെയല്ല, ഇവിടെയൊന്നും നിൽക്കേണ്ട ആളെയല്ല എന്ന് പറഞ്ഞിട്ട് കാർത്തികയ്ക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. സ്ത്രീവർഗത്തിന് തന്നെ നീ ഒരു അപമാനമാണ് എന്ന് പറഞ്ഞിട്ട് മധുശ്രീയുടെ കരണം നോക്കി കാർത്തിക ഒന്ന് പൊട്ടിക്കുകയാണ്. അന്നേരം നീ എന്നെ തല്ലിയല്ലേ എന്നും പറഞ്ഞിട്ട് മധുശ്രീ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അന്നേരം തല്ലുക മാത്രമല്ല, നിന്നെ കൊന്നു കുഴിച്ചു മൂടുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കാർത്തിക അങ്ങോട്ട് തിളച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഞാൻ ഇതെല്ലാം സത്യാമ്മയോട് പറയും, നിൻ്റെ കാര്യം ഇപ്പോൾ പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുന്നേ കാർത്തികയോട് പറയുന്നുണ്ട്, നീ ഇതൊക്കെ സത്യാമ്മയോട് തുറന്ന് പറഞ്ഞാൽ എന്നെ ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാം, പക്ഷെ നിന്നെ അവർ കൊന്നു കളയാനാണ് സാധ്യത, അവരുടെ മകനെ ഇട്ട് വട്ട് കളിപ്പിച്ചതിന് നിനക്ക് വലിയ ശിക്ഷ തരും എന്നൊക്കെ പറയുമ്പോൾ ഏത് ശിക്ഷ കിട്ടിയാലും ഞാൻ ഏറ്റുവാങ്ങാനായിട്ട് തയ്യാറാണ്, അങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ഹർഷനോടൊപ്പം ജീവിക്കാമല്ലോ, വിഷ്ണുവേട്ടൻ കല്യാണം കഴിക്കേണ്ട ശാലിനിയാണ്, അവരാണ് ഒന്നിച്ച് സ്നേഹിച്ചതും അവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടതും, എനിക്ക് ഹർഷനോടൊപ്പം ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ മധുശ്രീയെ കാർത്തിക അടിക്കുന്നതൊക്കെ. തുടർന്ന് അവസാനം ഗത്യന്തരമില്ലാതെ വീണ്ടും കാർത്തിക അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട എന്ന് വെക്കുമ്പോൾ നീ പറഞ്ഞ കേക്കില്ലല്ലേ എന്നും പറഞ്ഞിട്ട് കാർത്തിക ഇങ്ങോട്ട് പിടിച്ചു നിർത്തിയിട്ട് മധുശ്രീ ആണെങ്കിൽ അവിടെ ഇരുന്നൊരു ഫ്ലവർ വൈസ് എടുത്തിട്ട് കാർത്തികയുടെ തലയിലേക്ക് അടിക്കുന്നുണ്ട്. അന്നേരം കാർത്തിക അവിടെ ബോധം കെട്ട് വീഴുകയാണ്, തലേൻ്റെ ബ്ലഡൊക്കെ വരുന്നുണ്ട്. അന്നേരം ബോധം കെട്ടങ്ങ് തറയിലേക്ക് വീഴുന്നുണ്ട്, ബ്ലഡോട് കൂടി അങ്ങനെ കിടക്കുകയാണ്. അന്നേരം നേരത്തെ വിഷ്ണു ആണെങ്കിൽ അവിടെ ആയിട്ടിട്ട് പോയ കത്തി ഉണ്ടല്ലോ, ആ കത്തിയിലേക്കും കാർത്തിക ആണെങ്കിൽ തലയിങ്ങനെ പൊത്തി പിടിക്കുമ്പോൾ രക്തം വരുന്നുണ്ട്, അത് ഇങ്ങനെ വീണ് ആ കത്തിയിലേക്കും ആകുന്നുണ്ട് ആ ബ്ലഡൊക്കെ. തുടർന്ന് മധുശ്രീ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്, നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഞാൻ വേണ്ടെന്ന് വിചാരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നിട്ട് ആ വെളിയിൽ നിൽക്കുന്ന ഗുണ്ടകളിൽ ഒരാളിനെ കൊട്ടേഷൻ ഗ്യാങ്ങിലെ ലീഡർ ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്, ഈ ഡ്രസ്സിങ് റൂമിലേക്ക് മേക്കപ്പ് റൂമിലേക്ക് ഒന്ന് വരണം, ഇവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്, ഒരു ചവറ് അതിന് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ ഒരു ചാക്കും കൂടി എടുത്തോ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അവർ ആ 4-5 പേര് വരുന്നുണ്ട്, വന്നിട്ട് ഒരു ചാക്കിൽ കാർത്തികയെ ചാക്കിനകത്തേക്ക് കയറ്റി കെട്ടുകയാണ്. എന്നിട്ട് അവർ എടുത്തുകൊണ്ടങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ചന്ദ്രബോസും പോലീസുകാരെല്ലാവരും ചേർന്ന് വിഷ്ണുവിനെ അമ്പലത്തിൽ നിന്ന് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് വന്ന് അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് കേരള വണ്ടിയിലെന്നും പറഞ്ഞിട്ട് ചന്ദ്രബോസ് ആകെ അങ്ങോട്ട് ദേഷ്യത്തിലാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ കയ്യിൽ വിലങ്ങ് വെച്ചിരിക്കുകയാണ്, ദേഷ്യത്തോടെ ചന്ദ്രബോസിനെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം എന്താടാ നോക്കി പേടിപ്പിക്കുന്നത്, നിനക്കെന്നെ തല്ലണോ, അങ്ങോട്ട് തല്ലടാ എന്നും പറഞ്ഞ് ചന്ദ്രബോസും കട്ടയ്ക്ക് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, അത് നിങ്ങളെല്ലാവരും കൂടി ചെയ്യാത്ത കുറ്റമാണ് എൻ്റെ തലയിൽ ചാർത്തി വെച്ചിരിക്കുന്നത്, കൊലപാതക കുറ്റം. പക്ഷേ ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ബോസേ, ഒരു കൊലപാതകം ചെയ്താലും ഒന്നിൽ കൂടുതൽ ചെയ്താലും ശിക്ഷ ഒന്ന് തന്നെയാണ്, അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ എന്നെ അങ്ങ് ഒലത്തുമെന്നാണോ പറയുന്നത് എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ എനിക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ തനിക്ക് നഷ്ടങ്ങളുടെ ആഴം എത്രയാണ് എന്നുകൂടി ഒന്ന് ചിന്തിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ആകെ കലിപ്പിൽ നിൽക്കുകയാണ്. ചന്ദ്രബോസും ആകെ ദേഷ്യത്തിൽ നിങ്ങോട്ട് പിടിച്ച് കയറ്റിടും വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് നിൽക്കുകയാണ്. അന്നേരം ഈ ചന്ദ്രബോസിൻ്റെ കലിപ്പും ദേഷ്യവും കണ്ടുകൊണ്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. മിസ്റ്റർ ACP എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. അന്നേരം എസ് മാഡം എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഒരു കുറ്റം മാത്രമേ, ഒരു ആരോപണം മാത്രമേ നിങ്ങൾ വിഷ്ണുവേട്ടൻ്റെ മേൽ ചുമത്തിയിട്ടുള്ളൂ, അതിന് തെളിവൊന്നുമില്ല, പക്ഷേ അതിൽ ശരി ചെയ്തതാണോ കുറ്റമാണോ വിധിയൊക്കെ നിശ്ചയിക്കേണ്ടത് കോടതിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇവൻ്റെ ഈ വികട സരസ്വതിയും വെച്ചുകൊണ്ട് കോടതി വരെ എത്തുമോ എന്ന് സംശയമാണ് മാഡം. കാക്കയിട്ട് കഴിഞ്ഞാൽ പാറാവുകാരനായാലും ആരായാലും ACP ആയാലും ഒക്കെ പോലീസുകാരൻ തന്നെയാണ്, അതിവനോട് നിന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇവൻ്റെ ഈ ഷോ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ കൂടിയായ എൻ്റെ മുമ്പിൽ കാണിച്ചാൽ വലിച്ച് ഞാൻ ഭിത്തിയിൽ ഒട്ടിച്ച് കളയും, അത് മാഡം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്.
തുടർന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എന്ന് പറയുന്നുണ്ട്, വിഷ്ണുവേട്ട ഇതെല്ലാവരും കൂടി ചെയ്ത ഒരു പ്ലാനിങ് മർഡർ കേസ് തന്നെയാണ്. എല്ലാവരും വിഷ്ണുവേട്ടനെ അകപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ തന്നെ ഇതിന് ചുറ്റിലുമുണ്ട്. ആത്മനിയന്ത്രണം വേണം, ആത്മനിയന്ത്രണത്തിനായിട്ട് ആത്മാവിനെ അകറ്റി നിർത്തണം എന്നല്ലേ പറയാറുള്ളത്. എന്തും സഹിച്ചും ക്ഷമിച്ചും നിൽക്കുക തന്നെ വേണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇതിന് പിന്നിലുണ്ട്, അതിലാണ് ഞാനും വിഷ്ണുവേട്ടനും പെട്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഒരു ജയിൽ കാണിക്കുന്നുണ്ട്. തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്, ഒരു സ്ത്രീ ഇരിക്കുന്നത്. പക്ഷേ ഇത് സുസ്മിതയാണ് കാണിക്കുന്നത്. സുസ്മിത ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നതായിട്ട്. അപ്പോൾ സുസ്മിതയുടെ പ്ലാനിങ്ങോട് കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ സുസ്മിതയുടെ ഒരു തിരിച്ചുവരവ് കൂടിയുണ്ട് അടുത്ത എപ്പിസോഡുകളിൽ. സുസ്മിത തന്നെയാണ് കാണിക്കുന്നത്, ഏകദേശം കണ്ടിട്ട് അതുപോലെ തന്നെയാണ്. ആ കണ്ണുകളും കൈയും മാത്രം കാണിക്കുന്നുണ്ട്, ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. തുടർന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ ആ വിലങ്ങ് കിട്ടിയിരിക്കുന്നെങ്കിലും താലി കയ്യിലിരിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, കഴുത്തിൽ അണിയിക്കുന്ന മുമ്പേ കയ്യിൽ വിലങ്ങ് വീണതാണ്, പക്ഷേ എന്ന് ഈ വിലങ്ങ് അഴിച്ച് ഞാൻ വരുന്നോ അന്ന് ഇത് തൻ്റെ കഴുത്തിൽ കെട്ടുക തന്നെ ചെയ്യും. അതുവരെ താനിത് കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ താലി ഇങ്ങനെ ശാലിനിക്ക് നേരെ നീട്ടുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് സങ്കടമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് സത്യയും പപ്പിയും കൂടി അമ്പലത്തിൽ നിന്ന് ഓടി അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം കുട്ടികൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സത്യ ഇതൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് അവനെ അങ്ങോട്ട് കയറടോ എന്ന് പറഞ്ഞ് പിടിച്ചു കയറ്റടോ എന്നൊക്കെ പോലീസുകാരോട് വീണ്ടും ഇങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട്. ആ താലി ഇങ്ങനെ ശാലിനി വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വിഷ്ണു അച്ഛാന്നും പറഞ്ഞിട്ട് ഈ പപ്പി ഓടി ചെന്ന് വിഷ്ണുവിനെ പിടിക്കുകയാണ്. കൂടെ സത്യയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ആകെ സങ്കടം വരികയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ കുട്ടികളുടെ ലെവലിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മക്കൾ വിഷമിക്കണ്ട, വിഷ്ണു അച്ഛൻ പോയിട്ട് വരാട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പപ്പിയെ നോക്കുകയാണ്. പപ്പിയെ നോക്കിയിട്ട് ആ കൈ കൊണ്ട് പപ്പിയുടെ രണ്ട് കവിളിലും ഇങ്ങനെ പിടിക്കുകയാണ്. അന്നേരം സത്യ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ സത്യയും അതേപോലെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ശാലിനിക്ക് സന്തോഷം വരുന്നുണ്ട്, സങ്കടം വരികയാണ്. തുടർന്ന് പോയിട്ട് വരാം മക്കളെ എന്ന് പറഞ്ഞിട്ട് മക്കളെന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും ചന്ദ്രബോസ് അങ്ങോട്ട് കലിതുള്ളുകയാണ്, പിടിച്ചു കയറ്റവനെ, അവൻ്റെ ഒരു യാത്ര പറച്ചിൽ എന്നൊക്കെ ചന്ദ്രബോസ് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. തുടർന്ന് പോലീസ് വിഷ്ണുവിനെ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ ദൂരെ നിന്നേ മധുശ്രീ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. തുടർന്ന് ഈ വിഷ്ണുവിനെയും കൊണ്ട് ഈ പോലീസ് വണ്ടി പോകുന്നത് ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ നോക്കിയിരിക്കുകയാണ്. അന്നേരം ഈ കുട്ടികൾ ശാലിനി ഓടിച്ച് രണ്ടുപേരും കൊണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശാലിനി ആ താലി നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മധുശ്രീയെ കുറച്ച് പുറകിലായിട്ട് നിൽക്കുകയാണ്. അന്നേരം നീയും വിഷ്ണുവും തമ്മിൽ ഒരുമിച്ച് ജീവിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഈ മധുശ്രീയാണ്, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. നീ അവൻ തന്ന താലിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏത് ഭഗവാന്റെ മുമ്പിലും പോയി സമർപ്പിച്ചിട്ട് വടക്കോട്ട് നോക്കി നിന്നോ, അവനെ തെക്കോട്ട് എടുക്കാനായിട്ട് അവൻ്റെ ബോഡിയും കൊണ്ട് വരത്തേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ ആലോചിച്ചു കൂട്ടുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അകത്തേക്ക് കയറിയ ശേഷം ലോക്കപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തിയ ശേഷം അഴിക്കടോ പോട്ട് കയ്യിലെ വിലങ്ങ് അഴിക്കാനായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് കൂടെ വന്ന കോൺസ്റ്റബിൾ വിലങ്ങ് അഴിച്ചു കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ഞെട്ടയൊക്കെ ഒടിച്ച് കൈയൊക്കെ ഇങ്ങനെ ലൂസാക്കി ഇങ്ങനെ ആകെ ഗൗരവഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് ആകെ അങ്ങ് സന്തോഷത്തിലാണ്. തുടർന്ന് പറയുന്നുണ്ട്, ലോക്കപ്പാണ്, സൗകര്യങ്ങളൊക്കെ കുറവാണ്, പിന്നെ കളക്ടറുടെ ശുപാർശ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്നിരിക്കും, അതനുസരിച്ചൊക്കെ അങ്ങ് പൊക്കിക്കൊള്ളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ലോക്കപ്പ് തുറന്ന ശേഷം കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട്, ആ പോക്കറ്റ് അടിക്കാരൻ ഒഴിച്ചിട്ട് പോയ മൂത്രമൊക്കെ തുടച്ച് മാറ്റിവിടുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കുറച്ചൊക്കെ മാറ്റി എന്നിങ്ങനെ കോൺസ്റ്റബിൾ പറയുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പൊക്കെ കാണണം, അവനെ അങ്ങോട്ട് പിടിച്ച് കയറ്റി വലത് കാലോ ഇടത് കാലോ ഒച്ച അങ്ങോട്ട് കയറട്ടെ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ ലോക്കപ്പിലകത്തേക്ക് കയറ്റിയിട്ട് സെല്ലടയ്ക്കുന്നുണ്ട്. അന്നേരവും ചന്ദ്രബോസ് ഇങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുകയും വിഷ്ണുവിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുകയാണ്. കണ്ടില്ലേ, പട്ടുമത്തയിൽ കിടന്നുറങ്ങിയവനാണ് സിമൻറ്റ് തറയിൽ കിടന്നുറങ്ങാനായിട്ട് പോകുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളടോ, കലികാലം തന്നെയാണ്, എന്നാലും എൻ്റെ ഉടയതമ്പുരാന് സ്തോത്രം തന്നെയാണ്. ഞെട്ടി വിറപ്പിച്ച് നടന്നിരുന്നവനെ ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയവൻ എൻ്റെ കയ്യിലേക്ക് തന്നെ വീണ്ടും വന്നല്ലോ, കർത്താവിൻ്റെ ഉടയതമ്പുരാൻ്റെ വിളയാട്ടം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങ് അട്ടഹസിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ലോക്കപ്പിൻ്റെ ആ കമ്പിയിൽ ഇങ്ങനെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ ചന്ദ്രബോസിനെ തന്നെ നോക്കി നിന്നങ്ങ് ചിരിക്കുകയാണ്. അന്നേരം കൂടെ നിൽക്കുന്ന കോൺസ്റ്റബിളും ചിരിക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ ചിരി ഉണ്ട്. ആ കോൺസ്റ്റബിളും ചിരിക്കുമ്പോൾ, എടോ താൻ ചിരിക്കുകയൊന്നും വേണ്ട, അവനൊരു ഗുണ്ടയായിരുന്നു, പണപ്പിരിവായിരുന്നു ഇവൻ്റെ ജോലി, ഒരു അരപ്പിരി ലൂസ് എന്നിങ്ങനെ പറയുന്നു, പണ്ട് ഇവൻ ഇവിടെ മൊത്തം വിറപ്പിച്ച ഗുണ്ടയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഓർക്കുന്നുണ്ട് തൻ്റെ ആ പഴയ കാലം.
ആ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ച തിയേറ്ററിൽ കിടന്ന് അടിയുണ്ടാക്കിയത്, മാർക്കറ്റിൽ കിടന്ന് അടിയുണ്ടാക്കിയതൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിൻ്റെ ഓർമ്മ ഒന്ന് അങ്ങോട്ടത്തേക്ക് പോകുമ്പോൾ എന്താണ് ആലോചിക്കുന്നത് എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസിനെ പോലെ ഉള്ള ഒരു കമ്മീഷണർ പോലീസുകാരൻ എന്നെ പൂട്ടുമ്പോൾ ആ വല പൊട്ടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കണ്ണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷെ അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അവിടെ നിന്ന് ഇവിടം വരെയുള്ള യാത്രയിൽ ഞാനിതെല്ലാം അടുക്കി പറക്കി വെച്ചിരിക്കുകയായിരുന്നു, ഓരോന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ എന്താ കണക്ക് തീർക്കാനുള്ള പരിപാടിയാണോ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് കണക്ക് തീർക്കലുകളൊന്നുമില്ല, ഞാൻ ആദ്യം അങ്ങോട്ട് കൂട്ടും, പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടും, പിന്നെ അതങ്ങോട്ട് ഭാഗിക്കും. പക്ഷെ അതിൽ ശിഷ്ടം ഒന്നും വരില്ല, ഞാൻ ബാക്കി വെച്ചേക്കില്ല, തീർത്ത് കളയും ചന്ദ്രബോസെ എന്നിങ്ങനെ, അതാണ് എൻ്റെ ശീലം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിന് തടയാനായിട്ട് ആരും വരാൻ പോകുന്നില്ല ചന്ദ്രബോസെ എന്നിങ്ങനെ വിഷ്ണു വെല്ലുവിളിക്കുകയാണ്. ഈ സമയത്ത് പുറത്ത് ഇങ്ങനെ ശാലിനി ആ വണ്ടിയിൽ വരുന്നുണ്ട്. ശാലിനി ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ വെളിയിൽ നിൽക്കുന്ന പോലീസുകാരൊക്കെ സല്യൂട്ട് അടിച്ച് ശാലിനി അകത്തേക്ക് കയറുകയാണ്. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ശാലിനി വന്ന് ചന്ദ്രബോസിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ജാമ്യത്തിൽ എടുക്കാൻ പറ്റുമോ എന്നറിയാനാണ് ശാലിനി വരുന്നത്. പക്ഷേ അവിടെ ജാമ്യമില്ലാത്ത വാറണ്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് സത്യഭാമ വരുമ്പോൾ വിഷ്ണു ആണെങ്കിൽ സത്യഭാമയെ കാണാനേ കൂട്ടാക്കില്ല, മുഖം തിരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, മുഖം കൊടുക്കത്തേ ഇല്ല. പറയാവുന്നതിൽ കൂടുതൽ, അവിടെ വെച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ സത്യഭാമയുടെ നേർക്ക് വിഷ്ണു പറയും. അവസാനം കരഞ്ഞുകൊണ്ട് ഭാമ പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീട്ടിൽ ചെല്ലുമ്പോഴും ഭാമയെ എല്ലാവരും കുറ്റപ്പെടുത്തും. അതിനുശേഷം സത്യഭാമ വക്കീലിനെ അയക്കുമ്പോൾ വിഷ്ണു അതിൽ ഒപ്പിടില്ല. അവസാനം ശാലിനിയുടെ അടുത്ത് പോയി സത്യഭാമ മാപ്പ് ചോദിക്കുന്ന സീനുകളും ഒക്കെയുണ്ട്. ഇതിൻ്റെ ഇനി സുസ്മിത വരുന്ന സീനൊക്കെ ഉണ്ട്. കുറേ നാളെ സുസ്മിത ഇല്ലായിരുന്നല്ലോ സീന്. അപ്പോൾ ഇനി വീണ്ടും സുസ്മിതയുടെ രംഗപ്രവേശമൊക്കെ ഉണ്ട്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്